ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമീൻ സ്നേഹബന്ധനത്തിൽ ഇരിക്കുകയാണ്. നമ്മളൊക്കെ ആമീൻ ഈ മഴയുടെ ആമീൻ കെടുതികളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരാണ്. ആമീൻ പലവിധമായിരിക്കുന്ന ആമീൻ വിഷയങ്ങളിൽ കൂടി നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും സ്വർഗത്തിലെ ദൈവം ആമീൻ ഹല്ലേലൂയ ഇടുക്കുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും സ്വർഗത്തിൽ ദൈവം ആമീൻ ഹല്ലേലൂയ നമ്മളെ കാത്ത് പരിപാലിച്ചതിനായി ഇന്ന് രാത്രികാലം കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ വകയുണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്താൻ വകയുണ്ട്. ആമീൻ ഹല്ലേലൂയ. പലവിധമായിരിക്കുന്ന അസ്വസ്ഥതകൾ, പനികൾ, ആമീൻ അങ്ങനെ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുടെയും ജീവിതത്തിൽ കടന്നു വരുവാനിടയായിട്ടുണ്ട്. കർത്താവ് ആമീൻ പിന്നെയും ആയുസ്സും ആരോഗ്യം തന്നതിനായി, പിന്നെയും ദേശത്ത് തലയുയർത്തി നിൽക്കുവാൻ നമ്മളെ ബലപ്പെടുത്തിയതിനായി ഇന്ന് രാത്രികാലം നമുക്ക് ഹല്ലേലൂയ സ്തുതിക്കുവാൻ വകയുണ്ട്. നമ്മൾ അടങ്ങിയിരിക്കാനല്ല കടന്നു വന്നത്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ്. കാരണം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി സ്വന്തം നമ്മളെ പിന്നെയും നിർത്തിയതിനായി ഇന്ന് രാത്രികാലം നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനേക ഭവനങ്ങൾ ഇന്ന് പകൽക്കാലം വിലാപത്തിന്റെ ഭവനങ്ങളായി മാറിയപ്പോൾ ആമേൻ ഹല്ലേലൂയ അനേക കുടുംബങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിപാലിച്ചതിനായി, നമ്മളെ സൂക്ഷിച്ചതിനായി എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രികാലം ആമീൻ ഹല്ലേലൂയ ആയിരിക്കുന്ന പ്രത്യേകിച്ച് സുരേന്ദ്ര ഭാഷണാക്കി സ്തോത്രം ചെയ്യുന്നു. ആമീൻ ദേവി സഹോദരൻ നമ്മുടെ മധ്യയിലുണ്ടല്ലോ. ആമീൻ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ശിവയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രിയപ്പെട്ടവരെയും വഹിച്ച് രാത്രികാലം സ്തോത്രം ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഈ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണം. ആത്മീയമായ ഒരു പടിയും കൂടെ വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം നമ്മൾ കൂടി വരുന്നത് അതിനാണല്ലോ, നമുക്ക് ആത്മീയമായി വളരുവാൻ, കുറച്ചുകൂടെ കർത്താവിന്റെ മാർവോട് ചേർന്നിരിപ്പാൻ, ആമീൻ ദേശത്തിന് വേണ്ടി ഇടുന്നു നിൽക്കാൻ, കരയുവാൻ, ആമീൻ ഈ പ്രത്യാശ അനുഭവിക്കാത്ത, ഈ പ്രത്യാശയിലേക്ക് കടന്നു വരാത്ത, ഈ സ്നേഹം അറിയാത്ത വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനുമാണല്ലോ സ്വർഗം നമ്മളെ ഇന്ന് രാത്രികാലം സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ആമീൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിനെ പ്രാപ്തനാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇന്ന് രാത്രികാലം ആമീൻ അല്പസമയം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിരിയാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അതിന് ആധാരമായി നമുക്ക് ഇന്ന് രാത്രികാലം വായിക്കാം. ആമീൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 44-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുരുവിനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അനുഗ്രഹമായിരിക്കുന്ന ഒരു ദൈവിക ശബ്ദം ആമീൻ വചനത്തിൽ കൂടി കർത്താവ് നമുക്ക് നൽകാനിടയായി തുടർന്നു. അതിനെ ഓർത്ത് നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ മധ്യയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആമീൻ ഹല്ലേലൂയ അത്യന്തമായിരിക്കുന്ന വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവ ശബ്ദം ഇന്ന് രാത്രികാലം സ്വർഗം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അതിൽ നിന്ന് ആഴമായി സ്വർഗമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് ആമീൻ ഹല്ലേലൂയ ചില മുത്തുകൾ പറക്കിയെടുക്കുവാൻ, ഹല്ലേലൂയ ചില ആഴമായ ചില മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ, ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തതും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതുമായ ചില ദൈവിക സന്ദേശങ്ങൾ, ദൂതുകൾ വെളിപ്പെടുത്തി തരുവാനും ആമീൻ ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഹല്ലേലൂയ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആമീൻ. ഞങ്ങൾ ആരും ഇവിടെ വലിയവനും ചെറിയവനും ആരുമില്ല. ഞങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒരുമിച്ച് താഴുകയാണ്. സ്വർഗ്ഗം ഞങ്ങളെ ഇന്ന് രാത്രികാലം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. വചനത്തിൽ നിന്ന് അങ്ങ് സംസാരിക്കുന്നതിനായി സ്തോത്രം. അതിനടിയനെയും ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ആമീൻ യാക്കോബിനെ കുറിച്ച് ആമീൻ ഹല്ലേലൂയ വെളിപ്പാടുകളാൽ ആമീൻ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ, വലിയ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ആമീൻ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച്, താൻ മുൻപോട്ട് തന്റെ ജീവിതത്തിന്റെ ആമീൻ മേഖലകളെ കുറിച്ചും ആമീൻ തന്നെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ദൈവിക ദൂത് അല്ലെങ്കിൽ ദൈവിക സന്ദേശം ആമീൻ കൈമാറുന്ന ഒരു വലിയ ദൈവിക ആത്മീയ ശബ്ദമാണ് രാത്രികാലം
പകൽക്കാലം നമ്മൾ വായിച്ചു കേട്ടത്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ യാക്കോബിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ യാക്കോബ് ആരാണെന്നും യാക്കോബ് ആമേൻ ഹല്ലേലൂയ എങ്ങനെയാണ് ആമേൻ ഇസ്രായേലായി മാറിയെന്നും ആമേൻ ഹല്ലേലൂയ ഒക്കെ നമുക്ക് ആമേൻ പഴയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മയെ അധികമായി സ്നേഹിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ചേട്ടനെയും അപ്പനെയും ഹല്ലേലൂയ കളിപ്പിച്ച് ആമേൻ ഹല്ലേലൂയ തന്ത്രപരമായി ആമേൻ ഹല്ലേലൂയ ആമേൻ അവകാശങ്ങൾ അല്ലെങ്കിൽ ആമേൻ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആമേൻ ഹല്ലേലൂയ തന്ത്രങ്ങൾ ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് യാക്കോബ്. ഹല്ലേലൂയ. തന്ത്രങ്ങൾ ഉപയോഗിച്ച ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. നമ്മൾക്ക് ചോദിക്കാൻ കഴിയും, അപ്പനെ കളിപ്പിച്ച അല്ലെങ്കിൽ ജ്യേഷ്ഠനെ കളിപ്പിച്ച ഈ വ്യക്തിയോടാണോ ദൈവം ഇങ്ങനെ ആലോചനകൾ സംസാരിക്കുന്നത്, ഇങ്ങനെ ദൈവം സംസാരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അവൻ ജനിക്കുന്നതിന് മുൻപേ തമ്പുരാൻ കൊടുത്ത വാഗ്ദത്തമുണ്ട് അവന്റെ മേൽ. ഹല്ലേലൂയ. ഇവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തമ്പുരാൻ യവന്റെ മേൽ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഈ വാഗ്ദത്തമാണ് ഇവിടെ നിറവേറി വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അമ്മയെ അധികമായി സ്നേഹിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അപ്പനിൽ നിന്നുള്ളതായ അനുഗ്രഹം എത്രമാത്രം വലുതെന്ന് ഇവൻ മനസ്സിലാക്കിയിട്ട് ആമേൻ അത് ജ്യേഷ്ഠന്റെ മേൽ വീഴാതിരിപ്പാൻ, അത് ജ്യേഷ്ഠന്റെ മേൽ കൈമാറാതിരിപ്പാൻ ആമേൻ അമ്മയെ വശത്താക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ഇവൻ ആമേൻ അപ്പനെ കളിപ്പിക്കുന്ന അല്ലെങ്കിൽ ജ്യേഷ്ഠനെ കളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മകനെ കാണുവാൻ കഴിയും നമുക്ക്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്ന് ആമേൻ അപ്പനെ കളിപ്പിച്ച് അപ്പൻ ഇത് തിരിച്ചറിയുമ്പോൾ, ജ്യേഷ്ഠൻ ഇത് തിരിച്ചറിയുമ്പോൾ ആമേൻ എന്ത് സംഭവിക്കും ആമേൻ എന്ന്, ആമേൻ എന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു പോകുമല്ലോ, ഇനിയും എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ഭവനം വിട്ട് ആമേൻ ഓടിപ്പോകുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ മരുഭൂമിയുടെ ഏകാന്തതയിൽ ആമേൻ വെച്ച് ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നിന്നല്ല ഈ മനുഷ്യൻ ആമേൻ ആമേൻ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ കൂടി മുൻപോട്ട് കടന്നു പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. അമ്മായിയപ്പനെ കൂടെ ജ്യേഷ്ഠനെ കൂടെ അങ്ങനെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് നേരിട്ട് അതിൽ നിന്നെല്ലാം ദൈവം വിടിവിച്ച് കൊണ്ടുവന്ന ആമേൻ ഈ യാക്കോബിനെ വലിയൊരു ആമേൻ സൈന്യമാക്കി അല്ലെങ്കിൽ വലിയൊരു ഹല്ലേലൂയ ശക്തിയാക്കി യാക്കോബിനെ മാറ്റിയതിനു ശേഷം ആമേൻ പിന്നെയും യാക്കോബിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ആമേൻ ദൂത ഇന്ന് രാത്രി കാലം നമ്മൾ വായിച്ചു കേട്ടത്. അവൻ അവിടെ വായിക്കുന്നു, ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ. ആമേൻ ഹല്ലേലൂയ. ആ പദപ്രയോഗം കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന പറയുമ്പോൾ ദൈവം വിളിക്കുന്ന ആ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വിളി കേട്ടോ, അല്ലെങ്കിൽ ആ ഹല്ലേലൂയ പദം കേട്ടോ. ആമേൻ അവിടെ വായിക്കുകയാണ്, ഇപ്പോഴോ എന്റെ ദാസനായ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നു, നീ ആരാണ്? എന്റെ ദാസനാണ്. നീ ആരാണ്? എന്റെ ദാസിയാണ്. നീ ആരാണ്? എന്റെ കുഞ്ഞാണ്. നീ ആരാണ്? എന്റെ മകനാണ്. ആമേൻ ഹല്ലേലൂയ. അത്രമാത്രം ആമേൻ ഹല്ലേലൂയ വളരെ അടുപ്പത്തിലുള്ള ഒരു അപ്പനും മകനുമായിട്ടുള്ള വളരെ ബന്ധത്തിൽ ആളിൽ ഊന്നിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ തമ്പുരാൻ പറയുകയാണ്, എന്റെ ദാസനായ യാക്കോബ്. ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്ക. ആമേൻ. അടുത്തത് പറയുന്നു, അവനെ ആക്കിയ ആ സ്ഥാനത്തെ കുറിച്ച്, അവനെ വിശാലപ്പെടുത്തിയ സ്ഥാനത്തെ കുറിച്ച് അടുത്ത പദം വിളിച്ചു പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്ക. അടുത്ത പദം ആമേൻ ഹല്ലേലൂയ അവനെ കുറച്ചും കൂടെ ആമേൻ ഹല്ലേലൂയ വിശാലതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ അവനെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്കാം. നിന്നെ ഉരുവാക്കിയവനും. ആമേൻ. കേട്ടോ. അടുത്തത് പറയുന്നു, ഹല്ലേലൂയ, നീ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ. നീ മറന്നു പോകാതിരിക്കാൻ ഒരിക്കൽ കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നീ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ നിന്നെ സഹായിച്ചവനുമായ
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമീൻ. ഉരുവാക്കിയവൻ, നിർമ്മിച്ചവൻ, സഹായിച്ചവൻ. ഹല്ലേലൂയ. ആമീൻ. ആ പദങ്ങൾ കണ്ടോ? ആമീൻ. ഉരുവാക്കിയവൻ, അടുത്തത് നിർമ്മിച്ചവൻ, ആമീൻ, അടുത്തത് സഹായിച്ചവൻ. ഹല്ലേലൂയ. ഈ മൂന്ന് പദങ്ങളെ ചേർത്തുകൊണ്ട് തമ്പുരാൻ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, നിന്നെ സഹായിച്ചവനുമായ ഞാൻ. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത യെശുരൂനെ നീ ഭയപ്പെടേണ്ട. ആമേൻ. ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട. ആമേൻ. അപ്പോൾ വലിയൊരു സൈന്യത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു പ്രതികൂല ശക്തിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആമേൻ. യാക്കോബ് ഭയപ്പെടുന്ന ഒരു ശക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. യാക്കോബിനെതിരെ നിൽക്കുന്ന ഒരു വെല്ലുവിളിയെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അപ്പോൾ യാക്കോബിന് ഭയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യാക്കോബിന് ആമേൻ ഭീതിയുണ്ട്. ഒരു വെല്ലുവിളി നിൽക്കുന്നുണ്ട്. ആമേൻ. ഒരു പ്രതികൂലം നിൽക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന യാക്കോബിനാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. നിന്നെ നിർമ്മിച്ചവനും നിന്നെ ഉരുവാക്കിയവനും നിന്നെ സഹായിച്ചവനുമായ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്. ആമേൻ. എവിടെല്ലാം അവനെ സഹായിച്ചു. അമ്മായിയപ്പനവനെ ആമേൻ തകർത്ത് കളയാൻ വരുമ്പോൾ ആമേൻ തമ്പുരാൻ എന്ത് ചെയ്തു? അവന് സഹായകനായി ഇറങ്ങി നിന്നു. ആമേൻ. ജ്യേഷ്ഠൻ, ആമേൻ, ഹല്ലേലൂയ, ഒരു വലിയ കൂട്ടവുമായി, ആമേൻ, ഹല്ലേലൂയ, ഇവരെ തകർത്ത് കളയുവാനായി കടന്നു വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, തമ്പുരാൻ ഇവന് സഹായമായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അങ്ങനെ പല വിധത്തിൽ ഇവന് സഹായമായി ഇറങ്ങി വന്ന തമ്പുരാൻ പറയുകയാണ്, ഈ സൈന്യത്തെ നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. ആമേൻ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. ഹല്ലേലൂയ. നീ ഇപ്പോൾ ഭയന്ന്, ആമേൻ, ദാഹിച്ചിരിക്കുകയാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നിനക്ക് വെള്ളവും. വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇപ്പം വരണ്ടിരിക്കുന്ന സമയം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദാഹിച്ചിരിക്കുന്ന സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് ചെയ്യും? വരണ്ട അവസ്ഥ. ആമേൻ. എങ്ങനെ മുൻപോട്ട് പോകും? ആമേൻ. ഹല്ലേലൂയ. തൊണ്ട നനയ്ക്കാൻ, ആമേൻ, ഹല്ലേലൂയ, അല്പം വെള്ളത്തിന് ഞാൻ എവിടെ പോകും? ആമേൻ. അതേപോലെയുള്ളതായിരിക്കുന്ന പ്രതികൂലത്തിന് നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ തമ്പുരാൻ പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുക? ഒരു നീരൊഴുക്കോ ഹല്ലേലൂയ പുറപ്പെടുവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആരെന്നെ സഹായിക്കുമെന്ന്, ആരെന്നെ എനിക്ക് വേണ്ടി ഒന്ന് കരുതുമെന്ന്, ആരെനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരുമെന്ന്, ഹല്ലേലൂയ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ ആമേൻ വരണ്ട സമയത്ത്, ആമേൻ, എനിക്ക് വേണ്ടി ആരൊരു വാതിൽ തുറന്നു തരുമെന്ന്, ആമേൻ, വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ ചില വാതിലുകളെ തുറന്നു തരാം. ആമേൻ. ഞാൻ ചില വഴികളെ നിനക്ക് വേണ്ടി ചെയ്യാം. തുറന്നു തരുന്ന ദൈവമാണ്. ആമേൻ. നിന്റെ ദാനത്തെ മാറ്റാൻ, നിന്റെ വരൾച്ചയെ മാറ്റാൻ, ആമേൻ, നിനക്ക് വേണ്ടി ചില നദികളെ തുറന്നു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, പഴയ നിയമ കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അബ്രഹാം, ആമേൻ, ആഗാറിനെയും തന്റെ കുഞ്ഞിനെയും, ആമേൻ, ഹല്ലേലൂയ, ഒരു തുരുത്തി വെള്ളവും ഒരു അടയും കൊടുത്തിട്ട് ഭവനത്തിൽ ഇറക്കി വിടുകയാ. ആമേൻ, ഹല്ലേലൂയ, നീ ഇവിടം വിട്ടു പൊക്കോ, ഇവിടം വിട്ടു പൊക്കോ എന്ന് പറഞ്ഞ്, ആമേൻ, ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, ആമേൻ, ആ ഒരു തുരുത്തി വെള്ളവും ഒരടയുമായി കുഞ്ഞിനെയും കരത്തെ പിടിച്ചുകൊണ്ട്, ആമേൻ, ആഗാറ് മരുഭൂമി കൂടെ നടക്കുകയാ. ആമേൻ, ഹല്ലേലൂയ, ഈ മരുഭൂമി, ആമേൻ, എപ്പം നടന്ന് അങ്ങ് എത്തുമെന്ന് അറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വരണ്ട മരുഭൂമിയാണ്, ചൂടേറിയ മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ കൂടി നടക്കുകയാ. നടന്ന് അവർ കുഴഞ്ഞു. ഹല്ലേലൂയ. കരത്തിലിരുന്ന, ആമേൻ, ഹല്ലേലൂയ, അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളം തീർന്നുപോയി. ഹല്ലേലൂയ. കുഞ്ഞിന് ഭക്ഷിപ്പാൻ അനല് വെച്ചിരുന്ന അപ്പവും കഷ്ണവും തീർന്നുപോയി. എല്ലാം തീർന്നുപോയി. ആമേൻ. ഇനിയും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മുൻപോട്ട് നടക്കുമ്പോൾ, ആമേൻ, കുഞ്ഞെന്ത് ചെയ്തു? ആമേൻ, തൊണ്ട വരണ്ട് അവൻ തളർന്നു വീണു. ഹല്ലേലൂയ. മരുഭൂമിയിൽ അവൻ തളർന്നു വീണിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മാതാവ് അവൻ നോക്കി നിൽക്കുകയാ. അവൻ ഞാൻ ഇനി എന്തു ചെയ്യും? ഹല്ലേലൂയ.
കരുതിയതെല്ലാം ആമേൻ സ്വയമായി കരുതിയതെല്ലാം തീർന്നു പോകും. ചിലർ കരുതി തന്നുവിട്ടതെല്ലാം ചെയ്തു തീർന്നു പോയി. ഹല്ലേലൂയ. ഇവിടെ ആരും കരുതാനില്ല, ആരും ആമേൻ ഹല്ലേലൂയ തരാനില്ല, ആരും ആമേൻ ഹല്ലേലൂയ ഒന്ന് ആമേൻ ആശ്വസിപ്പാനില്ല. മരുഭൂമിയുടെ ഏകാന്തതയിൽ ആമേൻ കുഞ്ഞിനെ ഒരമ്പമ്പാട് ദൂരത്ത് ആമേൻ കുഞ്ഞ് ആമേൻ വരണ്ട് മരിക്കാനായി ആമേൻ അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ മാതാപിതാ ദൂരെ അവന്റെ മരണം കാണരുതെന്ന് പറഞ്ഞ് എനിക്കത് കാണാൻ കഴിയത്തില്ല, ഞാൻ ആമേൻ പ്രസവിച്ച കുഞ്ഞാണ്, ആമേൻ ഞാൻ ഇതുവരെ അവനെ വളർത്തിയതാണ്, ഞാൻ മുല കൊടുത്ത് വളർത്തിയതാണ്, അവന്റെ മരണം എനിക്ക് കാണാൻ കഴിയത്തില്ല, അതെനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഒരു അമ്പമ്പാട് ദൂരെ മാറി നിന്നുകൊണ്ട് അവൻ അവൾ ഏങ്ങി കരയുമ്പോൾ അവൻ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. മരുഭൂമിയിൽ ആമേൻ തമ്പുരാൻ വരണ്ട നിലത്ത് ആമേൻ ഉഷ്ണക്കാറ്റടിച്ചുകൊണ്ട് ആമേൻ സകലരെയും തളർത്തി കളയുന്ന, സകലരെയും ആമേൻ ഇല്ലാതാക്കി കളയുന്ന, ആമേൻ ക്ഷീണിപ്പിച്ചു കളയുന്ന ആ മണ്ഡലത്തിന്റെ നടുവിൽ ഒരു മരണത്തിന്റെ മുഖാമുഖം നിൽക്കുമ്പോൾ അവൻ ഇതാ അവൻ അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ഒരു നീരുറവ അവിടെ നിന്ന് തുറന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. Praise God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, ഇനിയും ഈ വഴി സഞ്ചരിക്കുന്ന സകലർക്കും ആമേൻ ആശ്വാസം പകരാൻ, ആമേൻ ആമേൻ അവന്റെ ആമേൻ തൊണ്ടയുടെ വരൾച്ച മാറ്റാൻ, അവന്റെ ക്ഷീണം മാറ്റാൻ തമ്പുരാനിതാ ഒരു നീരുറവ് മരുഭൂമിയുടെ ഏകാന്തതയിൽ നിന്ന് സ്വർഗം പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതൊരു നദിയായി മാറാനിടയായി തീർന്നു. ആ ദൈവമാണ് ഇവിടെ ഹല്ലേലൂയ യാക്കോബിനോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഒരു നീരുറവ് നിനക്കായി ഞാൻ തുറക്കാൻ പോകുകയാണ്. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നീ കണ്ട ഈ സാന്നിധ്യം, നീ അനുഭവിച്ച ഈ സാന്നിധ്യം, ആമേൻ ഹല്ലേലൂയ. മരുഭൂമിയിൽ വെച്ച് നീ അനുഭവിച്ച ഈ ദൈവ സാന്നിധ്യം, ഈ മഹത്വം, ഹല്ലേലൂയ, ഈ ശക്തി, ഗ്ലോറി, ഹല്ലേലൂയ, നിനക്ക് മാത്രമല്ല, ഇത് നിന്റെ തലമുറയിലേക്കും ഞാൻ കൈമാറാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഹല്ലേലൂയ ആമേൻ ആത്മസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ തോത് വിളിച്ചു പറയാം, ഹല്ലേലൂയ. നീ അനുഭവിച്ച ആത്മസാന്നിധ്യം, നീ കയറി വന്ന ആ ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ. ഇന്നുവരെ തലമുറ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഇന്നുവരെ തലമുറയിലേക്ക് അത് കൈമാറിയിട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ അനുഭവിച്ചതായ ഈ ദൈവ സാന്നിധ്യം, ഈ ദൈവിക കൃപ, ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ തലമുറയിലേക്ക് ഞാൻ കൈമാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇതിനകത്തളങ്ങളിൽ ഇരിക്കുന്ന ചിലരെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹം കാണും, കർത്താവേ, ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം എന്റെ തലമുറയും കൂടെ ഒന്ന് അനുഭവിക്കണം. അവൻ ഞാൻ അനുഭവിച്ച ഈ ദൈവിക ആലവീയ ശക്തി എന്റെ തലമുറയുടെ മേലും എന്ന് വീഴണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെങ്കിലും ഇതിനകത്തളങ്ങളിൽ കാണും. രാത്രികാലം അവരോട് ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ. ദിനങ്ങൾ കഴിഞ്ഞാലും, നാളുകൾ കഴിഞ്ഞാലും, വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് നിന്റെ തലമുറയെ കൈമാറാൻ ഞാൻ ശക്തനായ ദൈവമാണ്. ആമേൻ. അപ്പോൾ ശക്തിയെ കൈമാറാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ തലമുറയിലേക്കും കൈമാറാൻ പോകുകയാണ്. അടുത്തത്, അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയുന്ന ആ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. ആ വാക്കുകളാണ് ആമേൻ ഹല്ലേലൂയ ദൂതുകളായി മാറുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്കുകൾ കേട്ടോ. ഹല്ലേലൂയ. നിന്റെ മക്കൾ
അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ആമേൻ, മുളച്ചു വരും. ആമേൻ. വെള്ളത്തിന്റെ അരികിൽ ആമേൻ നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ എങ്ങനെയായിരിക്കും? അത് തളിർത്ത് ആമേൻ വളരെ ഭംഗിയുള്ളതായി പൂക്കളിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് പോലെ നിന്റെ തലമുറകൾ, നിന്റെ സന്തതികൾ വളർന്നു വരും. ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട്, ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചിട്ട്, ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് ആമേൻ നിന്റെ തലമുറകൾ എന്ത് പറയും? ഞാൻ ദൈവത്തിന്റെ ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് പറയും. നിന്റെ തലമുറകൾ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആമേൻ കർത്താവിന് വേണ്ടി നിന്നത്, നീ എനിക്ക് വേണ്ടി നിന്നതൊന്നും ഞാൻ മറന്നു പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നിന്റെ മേൽ പകർന്നതിനും അധികമായ ശ്രേഷ്ഠമായ നിലവാരത്തിൽ നിന്റെ തലമുറയുടെ മേൽ ഞാൻ ചെയ്യാൻ പോവാണ്. ഇത് പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവർ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തളിർത്ത് വളരുന്ന വൃക്ഷം പോലെ അവരെ ഞാൻ മാറ്റാൻ പോകുകയാണ്. അവർ പറയുവാൻ തുടങ്ങും, ആമേൻ, ഇത് ആമേൻ, ഹല്ലേലൂയ, തമ്പുരാൻ എന്റെ ദൈവം ആമേൻ എനിക്ക് നൽകിയ അനുഗ്രഹമെന്ന് പറയത്തക്കവണ്ണം ആമേൻ തമ്പുരാന്റെ തലമുറകളെ മാനിക്കുന്ന ദിനങ്ങൾ വരാൻ പോകുന്നു എന്ന് തമ്പുരാൻ ഹല്ലേലൂയ ആലോചന വിളിച്ചു പറയുകയാണ്. മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും, വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. വലിയൊരു ഉറപ്പ് അവന് കൊടുക്കുകയാണ്, അവന് വലിയൊരു ധൈര്യം കൊടുക്കുകയാണ്. ആദ്യനും അന്ത്യനുമായ ദൈവം ഞാൻ തന്നെയാണ് എന്നവൻ ഉറപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് 43-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ വലിയ ഉറപ്പും ധൈര്യവും ആമേൻ ഇസ്രായേലാകുന്ന യാക്കോബിന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോഴോ യാക്കോബേ, നിന്നെ നിർമ്മിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടെടുത്തിരിക്കുന്നു. ഒരു വലിയ വീണ്ടെടുപ്പ് അവന് കൊടുത്തിരിക്കുന്നു. ആമേൻ. അവനെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു, അവനെ ബലവാനാക്കി മാറ്റിയിരിക്കുന്നു. ഏതു പ്രതികൂലത്തിന് നടുവിലും പിടിച്ചു നിൽക്കാൻ, ജയത്തോടെ നിൽക്കാനുള്ള അത്യന്ത ശക്തി സ്വർഗം അവന്റെ മേൽ കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്തത്, നീ എനിക്കുള്ളവൻ തന്നെ. അടുത്തത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ. ഹല്ലേലൂയ. അടുത്തതാണ് നമുക്ക് ആമേൻ, ഹല്ലേലൂയ, ഇവിടെ ആമേൻ ശ്രദ്ധേയമായി ആമേൻ കേൾക്കേണ്ടത്. അടുത്തത് പറയുന്നു, ചില പ്രതിസന്ധികളെ കുറിച്ച്, ചില പ്രതികൂലങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതികൂലങ്ങളെ കുറിച്ച്, ശത്രു കൊണ്ടുവരുന്ന ചില മേഖലകളെ കുറിച്ച് ആമേൻ അവന് ധൈര്യം കൊടുക്കുകയാണ്. അവന് ആമേൻ, ഹല്ലേലൂയ, ഉറപ്പ് കൊടുക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, അടുത്തത് വായിക്കുകയാണ്, ഉറപ്പ് കൊടുത്ത് ധൈര്യം കൊടുത്തിട്ട് അടുത്തത് പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി നടക്കേണ്ടുന്ന സാഹചര്യങ്ങൾ നിന്റെ കൂടെ വരും. അവൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ അവൻ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായ സാഹചര്യങ്ങളുണ്ട് യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. അതിനുള്ള അവസരങ്ങൾ വരും. ആമേൻ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ആമേൻ, നീ ക്ഷീണിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. ആമേൻ, നിന്റെ കരത്തെ പിടിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു, ആമേൻ, നീ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വരും. ആമേൻ, നീ കടക്കേണ്ടി വരും. ഞാൻ നിന്നോട് കൂടെ
ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തത് നദികളിൽ കൂടി കടക്കുമ്പോൾ അടുത്തത് പറയുന്നു, ഹല്ലേലൂയ, നദികളിൽ കൂടെ നീ എന്ത് ചെയ്തു വരും? കടക്കേണ്ടി വരും. നദികളിൽ കൂടെ നീ എന്ത് ചെയ്യും? കടക്കേണ്ടി വരും, കടക്കേണ്ടി വരും, കടക്കേണ്ടി വരും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. നിന്റെ മീതെ കവികയില്ല. ജീസസ്, ഹല്ലേലൂയ. അനേകരെ മുക്കിക്കളഞ്ഞത്, അനേകരെ തകർത്ത് കളഞ്ഞത്, അനേകരെ ഇല്ലാതാക്കി കളഞ്ഞ ആമേൻ ചില നദികളിൽ കൂടി നീ എന്ത് ചെയ്യും? ആമേൻ കടന്നു പോകേണ്ടി വരും. ആമേൻ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അത് നിന്നെ എന്ത് ചെയ്യത്തില്ല? മുക്കിക്കളയത്തില്ല. അത് നിന്നെ മുക്കിക്കളയത്തില്ല. കാരണം ആമേൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുകയാണ്. ഞാൻ നിന്റെ വലം കരത്തെ പിടിച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തീകരിക്കുന്നവനാണ്. ആമേൻ, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. നിന്റെ ഭയത്തെ മാറ്റുന്നവനാണ്. ആമേൻ, നീ നദി കൂടി കടക്കുമ്പോൾ ആമേൻ അത് നിന്നെ ആമേൻ കവിഞ്ഞ് നിന്നെ താഴ്ത്തി കളയത്തില്ല. ആമേൻ, നീ അതിനെ ആമേൻ ഹല്ലേലൂയ വണിഞ്ഞു മാറ്റിക്കൊണ്ട് കടന്നു പോകത്തക്കവണ്ണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്രയോ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ദുഷ്ടൻ പറഞ്ഞില്ല, ഇപ്പോൾ നീ തകർന്നു പോകുമെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ നമ്മളെ ആമേൻ ഹല്ലേലൂയ തള്ളിവിട്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗത്തിന്റെ കരം നമ്മെ പിടിച്ചത് കൊണ്ടല്ലേ ആമേൻ മരണം നമ്മെ കൊണ്ടുപോകാതെ, ഹല്ലേലൂയ നിലവിളി നമ്മുടെ ഭവനത്തിൽ ഉയരാതെ, ഹല്ലേലൂയ സ്വർഗ്ഗം നമ്മെ കാത്തത് കൊണ്ടല്ലേ, ആമേൻ സ്വർഗ്ഗം നമ്മെ പരിപാലിച്ചത് കൊണ്ടല്ലേ ഇന്ന് രാത്രികാലവും ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. എത്രയോ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യത ഉണ്ടായിരുന്നു. എത്രയോ അപകടങ്ങളിൽ നിന്ന് സ്വർഗ്ഗം നമ്മളെ വിടുവിച്ചു. ആമേൻ. കണ്ടു നിന്നവർ അതിശയകൂറുമാറ്. ഹല്ലേലൂയ. കണ്ടു നിന്നവർ ഭയം ആമേൻ ഹല്ലേലൂയ ഉള്ളിൽ ഭയം കൊണ്ട് വിറയ്ക്കുമാറ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ കണ്ണുപൊത്തി നിന്ന സ്ഥാനത്തു നിന്നും സ്വർഗ്ഗം നമ്മളെ വിടുവിച്ചില്ലേ? സ്വർഗ്ഗം നമ്മെ പരിപാലിച്ചില്ലേ? ഹല്ലേലൂയ. ശത്രു പറഞ്ഞില്ലേ തകർത്ത് കളയുമെന്ന്, ശത്രു പറഞ്ഞില്ലേ ഇല്ലാതാക്കി കളയുമെന്ന്, ശത്രു പറഞ്ഞില്ലേ മുടിച്ചു കളയുമെന്ന്, അവന്റെ വെല്ലുവിളിയുടെ മുൻപിൽ നിന്നെ ആമേൻ ഹല്ലേലൂയ ശക്തിയോടെ നിർത്തിയില്ലേ? ഇത് രാത്രികാലം അവനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? അവനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇത് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, അവൻ നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നദിയോട് സ്തോത്രം. ആമേൻ. എത്രയോ രോഗങ്ങൾ ആമേൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതൊരു നദിയായി കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പേർ നിന്റെ മുൻപേ പോയവർ ആമേൻ ഹോസ്പിറ്റലിൽ കടന്നവർ ആമേൻ എത്രയോ പേർ ഐസിയുവിനകത്ത് ആമേൻ എത്രയോ പേർ മോർച്ചറിക്കകത്തടങ്ങളിൽ കയറിയപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ ആ പെരുവെള്ളം ഇരച്ചു വന്നതിന്റെ നടുവിൽ കൂടെ നിന്നെ വിടുവിച്ചില്ലേ? ഇന്ന് രാത്രികാലം കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുമോ? ദൈവത്തിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു നിന്നെ നോക്കി പറഞ്ഞില്ലേ ആമേൻ നിന്റെ തലമുറയുടെ നന്മ നീ അനുഭവിക്കത്തില്ല എന്ന്? ആമേൻ. ശത്രു നിന്നെ നോക്കി പറഞ്ഞില്ലേ ആമേൻ ഹല്ലേലൂയ തലമുറയുടെ ആമേൻ സന്തോഷം നീ അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരു പെരുവെള്ളം പോലെ ഒരു നദി പോലെ നിന്റെ മേൽ ഹല്ലേലൂയ ഒഴുകി വന്നില്ലേ? ആ സമയത്ത് ആമേൻ നിന്റെ തലമുറകളെ കാത്ത, നിന്റെ തലമുറകളെ ആമേൻ കരങ്ങളിൽ വഹിച്ച ഒരു ദൈവമില്ലേ? ആ തമ്പുരാനല്ലേ നിന്റെ ആമേൻ തലമുറകളെ ബലപ്പെടുത്തി നിർത്തിയത്? ആമേൻ. ആ ദൈവമല്ലേ നിന്റെ തലമുറയുടെ കരത്തെ പിടിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്നേഹത്തോടെ ആമേൻ ഹല്ലേലൂയ അവനെ ഉയർത്തി നിർത്തിയത്? ഇത് രാത്രികാലം അവനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ എത്രയോ 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 ഹല്ലേലൂയ പ്രതിസന്ധികൾ പെരുവെള്ളം പോലെ നദി പോലെ ആമേൻ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നു വന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ജീവനുള്ള ദേശത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ആമേൻ കർത്താവിന്റെ കൃപയാണ്, അവന്റെ കരുതലാണ്, അവന്റെ സംരക്ഷണം കൊണ്ടാണ്. ഇന്ന് രാത്രികാലം അടങ്ങിയിരിക്കാനല്ല, അവനെ സ്തുതിക്കാനാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആമേൻ, ഹല്ലേലൂയ. നദികളിൽ കൂടി നീ കടക്കുമ്പോൾ അത് നിന്നെ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. അത് നിന്റെ മീതെ കവിഞ്ഞ് നിന്നെ മൂടിക്കളയത്തില്ല. നീ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകുകയില്ല. ഹല്ലേലൂയ. നീ തീയിൽ കൂടി കടക്കും, എന്ത് ചെയ്യത്തില്ല? വെന്തു പോകുകയില്ല. Praise God. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തീ പോലുള്ളതായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകും. ആമേൻ. തീ പോലെ ആമേൻ ജീവിതത്തിൽ ആമേൻ ഒരു തീയുടെ അനുഭവം പോലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആമേൻ. ഇത് എന്നെ ദഹിപ്പിച്ച് കളയുമെന്നുള്ളതായിരിക്കുന്ന ഭയത്തോടെ നമ്മളെ തകർത്ത് കളയാൻ ശത്രു ചില തീ പോലുള്ള പ്രതികൂലങ്ങളെ കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ പ്രതികൂലത്തിന്റെ നടുവിലും അത് നിന്നെ ദഹിപ്പിച്ച് കളയാതെ, അത് നിന്നെ തകർത്ത് കളയാതെ ആമേൻ നിന്നെ സൂക്ഷിക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇതിനകത്തളങ്ങളിലുണ്ട്. ഹല്ലേലൂയ. നദിയോട് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രികാലം നീ ഒന്ന് മാത്രം ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് പ്രാർത്ഥിക്കാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തയ്യാറുണ്ടോ? ആമേൻ. നിനക്ക് ദൈവസന്നിധിയിൽ വീഴാൻ തയ്യാറുണ്ടോ? ആമേൻ. നിനക്ക് ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറുണ്ടോ? ആമേൻ. നിനക്ക് നിലവിളിക്കാൻ തയ്യാറുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ദൈവഭാരം പാദപീഠത്തിൽ മുട്ടുമടക്കാൻ തയ്യാറുണ്ടോ? അവന്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രികാലം തമ്പുരാൻ പറയുന്നു, ആമേൻ, തീ നിന്നെ എന്ത് ചെയ്യത്തില്ല? ദഹിപ്പിച്ച് കളയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ദാനിയേലിന്റെ ആമേൻ ഹല്ലേലൂയ പുസ്തകത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ആമേൻ ഹല്ലേലൂയ. 3 നേരം ആമേൻ ഹല്ലേലൂയ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ആമേൻ സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നിധിയിൽ കരയുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ദാനിയേലിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. അവിടെ ആമേൻ ഹല്ലേലൂയ അവനെതിരായി ഒരു രാജാവ് എഴുന്നേൽക്കുന്നു. അതായി നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. ആമേൻ. ആ രാജാവ് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വലിയൊരു ആമേൻ ഹല്ലേലൂയ സ്വർണ്ണ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് ആമേൻ ഹല്ലേലൂയ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ ഇതിനെ എന്ത് ചെയ്യണം? ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ ഹല്ലേലൂയ സംവത്സരം, ഒരു മാസം മുഴുവനും ഇതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞൊരു വലിയ ആമേൻ പ്രസ്താവന ഇറക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ കർത്താവിനെ അറിഞ്ഞ, കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുന്ന, ആരിൽ കർത്താവിൽ വിശ്വസിച്ച് ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട ആമേൻ ഹല്ലേലൂയ ദാനിയേൽ എന്ത് ചെയ്യുന്നത് അറിയാമോ? ആമേൻ ഈ ആമേൻ കൽപ്പനകളെ അനുസരിക്കാതെ, ഈ കൽപ്പനകളെ ഏറ്റെടുക്കാതെ ആമേൻ ഹല്ലേലൂയ അതിനെ ആമേൻ വിട്ടുമാറിക്കൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ശത്രുവായവൻ എന്ത് ചെയ്തു? ആമേൻ ഹല്ലേലൂയ അവനെ പിടിച്ചു കെട്ടി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ അവനോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെയും കൂടെ പിടിച്ചു കെട്ടി ഒരുമിച്ച് എന്ത് ചെയ്തു? ആമേൻ ഹല്ലേലൂയ വലിയൊരു അഗ്നികുണ്ഡമാകുന്ന വലിയൊരു തീക്കഷ്ണം ആമേൻ ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കുന്ന ആമേൻ തീയുടെ അകത്തളങ്ങളിലേക്ക് തള്ളിയിടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവിടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ ഇവരെ 3 പേരെയും ആമേൻ ഹല്ലേലൂയ കൈകാലുകളെ ബന്ധിച്ച് ആമേൻ ഹല്ലേലൂയ തീക്കകത്തളങ്ങളിലേക്ക് തള്ളിയിടുന്നവൻ ആമേൻ ദഹിച്ചു പോകത്തക്കവണ്ണം, ആമേൻ തള്ളിയിടുന്നവൻ വരെ ദഹിച്ചു പോകത്തക്കവണ്ണമുള്ള ആമേൻ അതിഭയങ്കരമാകുന്ന ചൂടേറിയ തീച്ചൂളയിലേക്ക് തള്ളിയിടുകയാ. ആമേൻ ആ തള്ളിയിടുന്ന ആമേൻ മാത്രയിൽ ആമേൻ ആ തീജാലയ്ക്കകത്തളങ്ങളിൽ ഒരുവൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ആരെന്നറിയാമോ? ആമേൻ തീയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ആമേൻ ഹല്ലേലൂയ തീ പോലെ പ്രശ്നങ്ങളുടെ നടുവിലും ആമേൻ വിടുവിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനായ നസറേനായവൻ അതിനകത്തളങ്ങളിൽ ആമേൻ ആമേൻ ഉലാത്തിക്കൊണ്ട് നിൽക്കുകയാ. ആ സമയത്താണ് ഇവരെ അതിനകത്തളങ്ങളിലേക്ക് തള്ളിയിടുന്നത്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, രാജാവ് നോക്കി നിൽക്കുമ്പോൾ രാജാവിന്റെ അകക്കണ്ണ് തുറന്ന് രാജാവ് തീക്കകത്തളങ്ങളിലേക്ക് നോക്കുമ്പോൾ രാജാവ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആമേൻ 3 പേരെ ഞാൻ ആമേൻ ഹല്ലേലൂയ തള്ളി, പക്ഷേ ആമേൻ ഇതിനകത്തളങ്ങളിൽ 4ാമനായി ഒരുവനും കൂടെ നിൽക്കുന്നതായി അവൻ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ തമ്പുരാനാണ് ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ യാക്കോബിനോട് ദൂത് വിളിച്ചു പറയുന്നത്. ആമേൻ നീ തീയിൽ കൂടി കടന്നു പോകും, പക്ഷേ എന്ത് ചെയ്യത്തില്ല? അഗ്നിജാലം നിന്നെ എന്ത് ചെയ്യത്തില്ല? ദഹിപ്പിച്ച് കളയത്തില്ല. നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. അടുത്തത്
ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ ഹല്ലേലൂയ. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായവൻ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. യഹോവയാകുന്ന ഞാൻ നിന്റെ ആരാണ്? രക്ഷകൻ. രക്ഷകൻ. ഇന്ന് രാത്രികാലം ആമേൻ ഇസ്രായേലിന്റെ ദൈവമാകുന്ന യഹോവ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനാണ്. ഇന്ന് രാത്രികാലം രക്ഷ അവന്റെ പക്കലേ ഉള്ളൂ. അവനിൽ ആശ്രയിക്കുന്നവൻ രക്ഷപ്പെടും. അവനിൽ ആശ്രയിക്കുന്നവൻ ദഹിച്ചു പോകത്തില്ല. അവനിൽ ആശ്രയിക്കുന്നവൻ ആമേൻ നദിയിൽ മുങ്ങിപ്പോകത്തില്ല. അവനിൽ ആശ്രയിക്കുന്നവൻ പെരുവെള്ളത്തിൽ കൂടി നടന്നു പോയാലും അത് നിന്നെ മുക്കിക്കളയത്തില്ല. ഹല്ലേലൂയ. 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 നദിയോട് സ്തോത്രം ചെയ്യുക. ആമേൻ. അടുത്തത് നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി ക്രൂശിനെയും സെബയായും കൊടുത്തിരിക്കുന്നു. അടുത്തത് നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് വായിക്കുന്നു. ഹല്ലേലൂയ. നീ എനിക്ക് ആരാണ്? വിലയേറിയവനാണ്. ഇന്ന് രാത്രികാലം ഇതിനകത്തളങ്ങൾ ഇരിക്കുന്ന ആമേൻ കുഞ്ഞുകുട്ടി ആവാന വൃത്തത്തോടും ദൈവത്തിന്റെ ആത്മാവോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ എനിക്ക് വലിയ വിലയേറിയ മക്കളാണ്. നിങ്ങൾ എനിക്ക് വളരെ മാന്യമേറിയ വിലയേറിയ ആമേൻ ഹല്ലേലൂയ തലമുറകളാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരാണ്. എന്റെ സഹോദരങ്ങളാണ്. എന്റെ മക്കളാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇതിനകത്തറങ്ങളുണ്ട്. അവന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രികാലം നമ്മളായിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. വായിക്കുന്നു, നീയോ എനിക്ക് വിലയേറിയവനും ഓ ജീസസ് ഹല്ലേലൂയ മാന്യനും മാന്യനുമായിരിക്കുന്നു. മാന്യനുമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി ജനം ആമേൻ അല്ലെങ്കിൽ ഒത്തിരി പ്രിയപ്പെട്ടവർ നിന്നെ മാനിക്കുന്നില്ലായിരിക്കാം, നിന്നെ നിന്ദിക്കുവായിരിക്കാം, ആമേൻ ഹല്ലേലൂയ, നിന്നെ പരിഹസിക്കുവായിരിക്കാം. ഇന്ന് രാത്രികാലം ആമേൻ സകലത്തിന്റെ ഉടയവനായ, സകലത്തിന്റെയും ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ, സകലത്തെയും ഉളവാക്കിയവനായ, ആദ്യനും അന്ത്യനുമായ, ആമേൻ ഹല്ലേലൂയ, മനുഷ്യനെ മനുഷ്യനായി സൃഷ്ടിച്ചവനായ ഹല്ലേലൂയ തമ്പുരാൻ ഇന്ന് രാത്രികാലം നിന്നോട് ചേർന്ന് വിളിച്ചു പറയുന്നു, ആമേൻ നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. അതിൽ കൂടുതൽ ആമേൻ നമുക്ക് എന്താണ് കിട്ടേണ്ടത്, അതിൽ കൂടുതൽ നമുക്ക് എന്താണ് ലഭിക്കേണ്ടത്? തമ്പുരാൻ പറയുന്നു, നീ എനിക്ക് മാന്യനാണ്, നീ എനിക്ക് വിലയേറിയവനാണ്. ജീസസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ നിന്നെ ആമേൻ അപ്പം നിന്നെ ആമേൻ സ്നേഹിക്കുന്നില്ലായിരിക്കാം, നിന്നെ ആമേൻ വിലയേറിയവനായി എണ്ണുന്നില്ലായിരിക്കാം, നിന്റെ അയൽവാസികൾ എണ്ണുന്നില്ലായിരിക്കാം, നിന്റെ ദേശക്കാർ എണ്ണുന്നില്ലായിരിക്കാം, ആമേൻ നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം, ആമേൻ നിന്നെ പരിഹസിക്കുകയായിരിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, നീ എനിക്ക് വിലയേറിയവൻ, ആമേൻ ഹല്ലേലൂയ, വിലയേറിയവനാണ്, ആമേൻ നീ എനിക്ക് മാന്യനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ആ കർത്താവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്, ആ കർത്താവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മെ നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ വേദനകളിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ അടിയിലേക്ക് ഇറങ്ങി വന്ന ആമേൻ ഹല്ലേലൂയ നമ്മെ ആശ്വസിപ്പിക്കുന്ന, ആമേൻ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് രാത്രികാലം നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട. ഹല്ലേലൂയ. അവൻ ഞാൻ നിന്നെ ഹല്ലേലൂയ നിർമ്മിച്ചവനാണ്, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, ഞാൻ നിന്റെ കരത്തെ പിടിക്കുന്നവനാണ്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, അവൻ ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ആമേൻ ഹല്ലേലൂയ. നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം ആമേൻ ആ ദൈവം യാക്കോബിനോട് പറയുന്ന ആമേൻ ഹല്ലേലൂയ അതിശക്തമായ ആമേൻ ആത്മീക കാഴ്ചപ്പാടും ആത്മീക ദൂതും ആമേൻ ആത്മീക വെളിപ്പാടുമാണ് ഇന്ന് രാത്രികാലം ആമേൻ നമ്മൾ വായിച്ചത്. ആമേൻ ഹല്ലേലൂയ 43-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ആമേൻ ഹല്ലേലൂയ യാക്കോബിനോട് പറയുകയാണ്, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ആമേൻ നിന്നെ ആമേൻ ഹല്ലേലൂയ ഇസ്രായേലേ നിന്നെ ആമേൻ ഹല്ലേലൂയ സൃഷ്ടിച്ചവനും ആമേൻ ഹല്ലേലൂയ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ
ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യനല്ല നിന്നോട് സംസാരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ മനുഷ്യന്റെ ശബ്ദമല്ല ഇന്ന് രാത്രികാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആമേൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ ശബ്ദമാണ്. ആമേൻ നമ്മെ നിർമ്മിച്ചവനായ ദൈവത്തിന്റെ ശബ്ദമാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ടവരും നമ്മെ പേര് വിളിച്ചവരുമായ ദൈവത്തിന്റെ ശബ്ദമാണ് ഇന്ന് രാത്രികാലം നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. ആ ശബ്ദത്തിന്റെ ഹല്ലേലൂയ മധ്യേ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ഹല്ലേലൂയ ആ ശബ്ദത്തിന്റെ ഹല്ലേലൂയ മധ്യേ നമ്മെ ഒന്ന് വിനയപ്പെടുത്തി കൊടുക്കാൻ തയ്യാറായ, നമ്മെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറായ തമ്പുരാൻ പറയുന്നു, ആമേൻ, ചില പ്രതിസന്ധികളിൽ കൂടി നീ കടന്നു പോകുമ്പോ അത് നിന്നെ തകർത്ത് കളയാതിരിക്കാൻ ഞാൻ നിന്നെ വലകരം പിടിച്ചു നിന്നെ സൂക്ഷിക്കുവാനുള്ളതായിത്തീരും. ആ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമ്മെ സമർപ്പിക്കാം. യാഥാർത്ഥ്യത്തിൽ നമ്മെ ഏൽപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കരുതുന്ന ദൈവമെന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവിക കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, ആമേൻ ഹല്ലേലൂയ, ഓരോ ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിച്ചും ഏൽപ്പിച്ചും, ആമേൻ ഹല്ലേലൂയ, ആമേൻ നമ്മളെ പകർന്നു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രികാലം മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗ്ഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. രാത്രികാലം നമ്മോട് മാറ്റമില്ലാത്ത കർത്താവിന്റെ ദാസന ദൈവമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. യാക്കോബിനെ ഹല്ലേലൂയ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവനായ കർത്താവിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നീ വിലയേറിയവൻ, നീ മാന്യനുമായി തീർന്നിരിക്കുന്നു കർത്താവ് പറയുകയാണ്. പഠിക്കുമ്പോൾ ആലമന കർത്താവ് കാനാവിലെ കല്യാണത്തിന് അത്ഭുതമായി കാനാവിലെ കല്യാണത്തിലേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവിടുത്തെ പാചകക്കാരും ഹല്ലേലൂയ ഭവനത്തിൻ്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ട എല്ലാവരും ചില കൽപാത്രങ്ങളെ മാന്യമായി എണ്ണാതെ ഹല്ലേലൂയ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അതിനെ ഹല്ലേലൂയ മാറ്റി വെച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ യഹോവയായ ദൈവം ആ കല്യാണ വീട്ടിൽ ഹല്ലേലൂയ ആരും മാനിക്കാതെ പുറമറവൻ തള്ളപ്പെട്ട ഹല്ലേലൂയ കൽപാത്രങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുവാനും അതിൽ വെള്ളം കോരി നിറയ്ക്കുവാനും അവൻ കൽപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. പുറംപറമ്പിൽ കിടന്ന ആ പാത്രങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഇതാ കലവറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരുമനാഥനായിരുന്ന ക്രിസ്തുവിന്റെ ഹല്ലേലൂയ നമ്മുടെ മണവാളനായിരിക്കുന്ന ക്രിസ്തു വെളിപ്പെടുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നുണ്ട്. മണവാട്ടികളായിരിക്കുന്ന നാം ഓരോരുത്തരും വിലയേറിയവരാണ്. ഹല്ലേലൂയ. നമ്മെ ആരൊക്കെ തള്ളിയിരുന്നാലും, ആരൊക്കെ നമ്മെ ഹല്ലേലൂയ പഴിച്ചിരുന്നാലും ദൈവസ്ഥത്തിൽ വളരെ ശ്രേഷ്ഠവുമായ ഇന്ന് രാത്രി ഹല്ലേലൂയ കൽപാത്രങ്ങളെ പോലെ എന്നിൽ നിന്റെ കൃപ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ ഈ ദേശത്തൊരു മാന്യപാത്രമാക്കി മാറ്റമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ഈ വചനത്തിന്റെ മുന്നിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നാം തീയിൽ കിടക്കുമ്പോൾ തീജ്വാല നമ്മെ ഹല്ലേലൂയ തിന്നുകളയുകയില്ല. ഹല്ലേലൂയ. സ്വന്തം വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ നാം പോകുവാനും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഈ പ്രതിസന്ധികളിൽ ലോകമാകുന്ന സമുദ്രത്തിൽ ക്രിസ്തീയ ജീവിതം വിട്ടുമുകെ പോകുക ഒരു നാൾ പ്രവരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി കർത്താവിന്റെ കരത്തിൽ തന്നെ വഹിച്ചു കൊള്ളേണ്ടത് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട പത്രോച്ചാൻ പോയിട്ട് പ്രാർത്ഥിക്കും. പ്രിയ പിതാവ് ആസ്വാദം പറഞ്ഞ് നമ്മുടെ യോഗം നമുക്ക് അവസാനിപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്നേഹവാനാകുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, രാത്രികാലം കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, കൂട്ടായ്മ കർത്താവേ, പ്രാർത്ഥിച്ച് കർത്താവേ ദാസനെ ആരംഭിക്കാനും ഹല്ലേലൂയ ആത്മീയ ഗാനങ്ങളെ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ആത്മസന്തോഷങ്ങളാൽ ദൈവത്തെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ ഒരുക്കിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രമെന്ന യാഗം അർപ്പിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ കർത്താവേ കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുക. ഹല്ലേലൂയ കർത്താവേ, കൂടി വന്ന ജനത്തിന്മേൽ ദൈവത്തിന്റെ വലിയ കൃപകളെ നിറച്ചിരുന്നാൽ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഹല്ലേലൂയ
ദൈവമേ അവന്റെ രാജ്യവും നീ മനുഷ്യപ്പീൻ അതോടുകൂടെ സർവ്വവും ലഭിക്കുമെന്ന് നബിയെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവേ ഈ നാളുകളിലായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുകയാ. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ ദാസനെ കൂടെ കർത്താവേ, ഹല്ലേലൂയ ജനത്തിന് ആവശ്യമാർന്ന തിരുവചനത്തെ അങ്ങയുടെ ദാസന്റെ മക്കൾ ഏൽപ്പിച്ചവர்களுക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിച്ചവர்களுക്കായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ നാഥാദൈവമേ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയോ മഹത്വപ്പെടുത്തുകയോ കർത്താവേ, സകലമാനവും മഹത്വത്തിന്റെ അപ്പത്തിന് അർപ്പിക്കുകയോ എല്ലാ വിധത്തിലും നമ്മളെ നിറച്ചു വഴിയോടത്തും പ്രത്യാശകൾ നിറയ്ക്കും. ഹല്ലേലൂയ വരവിനായി ഒരുക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്നേഹമുഖനായ കർത്താവിന്റെ സഹവാസം കൂട്ടത്തിന്മേലും എല്ലാ ദൈവമക്കളുടെ മേലും ആമേൻ. ഇനി കർത്താവിന്റെ രണ്ടാമത്തെ വരവരി ഇന്നും എന്നേക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. കടന്നു വന്ന എല്ലാവർക്കും കർത്താവ് സ്നേഹം അറിയിക്കുന്നു. ഇനി നമുക്ക് പ്രാർത്ഥന കടന്നു പോകാം. ഉള്ള ചായ കഴിച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ടേ പോകാമെന്ന് പ്രത്യേകം അറിയുന്നു. കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റി, എൻ്റെ ആഴ്ച വന്നപ്പോ ഇവിടെ പിന്നെ കഴിഞ്ഞ ആഴ്ച മഴയൊക്കെ ആയിരുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു ശബ്ദമൊന്നും വൈകിട്ട് കേൾക്കുന്നുമില്ല.